ഡൽഹിയില് മോഹന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലേ? നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല. എല്ലാവർക്കും മനസ്സിലായി നിങ്ങളാണ് ശരിക്കും ആവണിയുടെ അച്ഛനെന്ന്. എന്റെ വക്കീലാണെങ്കിൽ നല്ല കുരുട്ടുബുദ്ധിയുടെ ആളാണ്. അവിടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. ഞാൻ അങ്ങോട്ട് പോകാനാണോ? നിങ്ങൾ ഡൽഹിക്ക് വിട്ടോ, അവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. അവരുടെ കമ്പനിയിൽ ലേബറായിട്ട് ഈ രഘു ഇപ്പൊ ജോലി ചെയ്യുന്നു. ഒളിവിലാണെന്ന് വേണമെങ്കിൽ പറയാം. മാഡത്തിന് ഭയങ്കര ബുദ്ധിയാണെന്ന് നാരായണ വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യായി. രഘുവിനെ പറ്റി നാരായണ വക്കീൽ അന്വേഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നാരായണ വക്കീൽ അറിഞ്ഞ സുധ അറിയുമെന്നുള്ള പേടിയായി. സുധ അറിഞ്ഞ അത് ആവണി എന്തായാലും അറിയും. അത് എന്നെ തന്നെ തിരിച്ചു കൊത്തുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ രഘുവിനെ നാട് കടത്തിയത്. വക്കീലേ, മോഹനോടൊന്നും ചോദിക്കാനില്ലേ? വന്നപ്പോഴുള്ള ഫയറൊന്നും കാണുന്നില്ലല്ലോ വക്കീലേ. ഇങ്ങനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ? മൈ ലോർഡ്, ഈ സംഭവിച്ചതിനെല്ലാം കാരണം മോഹനാണ്. ഇതിനെല്ലാം മോഹനെ പ്രേരിപ്പിച്ചത് മോഹന്റെ മെയിൽ ഈഗോയാണ്. ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി വക്കീലെ. ആവണി, ഇവരാരെങ്കിലും വീട്ടിൽ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല മാഡം, എന്നോടാരും സംസാരിക്കില്ലെന്നേ ഉള്ളൂ. അല്ല, ഉപദ്രവം ഉണ്ടെങ്കിൽ പറഞ്ഞോ. 10 കൊല്ലം അകത്ത് അടക്കാനുള്ള വകുപ്പുണ്ട്. എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല മാഡം. എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല. ഇവിടെ കൊണ്ട് കഴിയുന്നില്ല മാഡം. എല്ലാവരും വിചാരിക്കുന്ന പോലെ മോഹൻ അല്ല ഇവരുടെ ജീവിതത്തിലെ വില്ലൻ. മോഹനന്റെയും ആവണിയുടെയും ജീവിതത്തിൽ മറ്റൊരു വില്ലനുണ്ട്. മോഹൻ അറിയാത്ത, ആവണി അറിയാത്ത മറ്റൊരു. അത് തെളിയിക്കാൻ 2 പേരെ കൂടി വിസ്തരിക്കാൻ കോടതി അനുവദിക്കണം. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പോരെ അരുന്ധതി വക്കീലെ? ഷുവർ മാം. താൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ തന്നോടൊരു 100 പ്രാവശ്യം ചോദിച്ചാലേടോ, താൻ ആ ടെറസിന്റെ മണ്ടയിൽ എന്ത് ചെയ്യായിരുന്നു? ഇത്രയും വലിയൊരു രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. എടോ, ഈസി ആയിട്ട് ജയിക്കേണ്ട കേസായിരുന്നത്. എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ? അത് വീട് വക്കീലേ, എനിക്കതല്ല മനസ്സിലാകത്തത്. ഞാൻ ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ചതും അവിടെ ഇട്ട് ദ്രോഹിച്ച കാര്യമൊന്നും പറയാൻ എന്താന്നാണ്. ആ ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഇനി എന്തായാലും പറയാത്ത നന്നായി. വക്കീലെ, അതാരായിരിക്കും നമ്മൾ അറിയാത്ത അവരുടെ ജീവിതത്തിലെ വില്ലൻ? എനിക്കൊന്നും അറിയില്ല. എന്തിനായിരുന്നു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ച കാര്യമൊക്കെ മറച്ചു വെച്ചത്? ആവണിക്ക് നിർബന്ധം. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. മാളൂന് കൊടുത്ത വാക്കല്ലേ. മാളൂന്റെ അച്ഛനെ ജയിലിൽ വിടാൻ ആവണിക്ക് താല്പര്യമില്ല. നീ എന്തിനാ ആവണി ഇങ്ങനെ ക്ഷമിക്കാൻ നിൽക്കുന്നേ? ആ 5 യശോദാമ്മയൊക്കെ ജയിലിൽ പോയി കിടക്കട്ടെ. വേണ്ട ചേച്ചി, ഞാൻ കാരണം ഇനി ആ കുടുംബത്തിനൊരു പ്രശ്നം വേണ്ട. മാഡം, അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ ആ മറ്റൊരു വില്ലൻ ആരാ? പറയാം.